ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കം. ജോർദനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. ശീതകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിലെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടർന്ന് രാജ്യസഭ. 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 260 കോടിയിലധികം രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് സുതാര്യവും നിഷ്പക്ഷവുമായി നടത്താൻ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാനത്ത് SIRന്റെ പുരോഗതി വിലയിരുത്താൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. SIR വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സെമിഫൈനലിൽ ഇന്ന് തൃശൂരും മലപ്പുറവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ ജോർദനിലെത്തിയ പ്രധാനമന്ത്രിക്ക് അമ്മാനിലെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ജാഫർ ഹസന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ജോർദനിൽ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് നാളെ എത്യോപ്യ സന്ദർശിക്കുന്ന അദ്ദേഹം എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. എത്യോപ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഒമാനിലെത്തും. ശീതകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിലെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ലോക്സഭയിൽ 2025-26 സപ്ലിമെന്ററി ഡിമാൻഡ് ഗ്രാന്റ് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടരുകയാണ്. ഇന്നു രാവിലെ ഇരുസഭകളിലും ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ കോൺഗ്രസ് പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രിമാരും മറ്റ് BJP അംഗങ്ങളും ആവശ്യപ്പെട്ടു. ലോക്സഭ ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവച്ചിരുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 260.2 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകൾക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 941 ഗ്രാമപഞ്ചായത്തുകൾക്കുമായാണ് തുക അനുവദിച്ചത്. സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളായാണ് ധനമന്ത്രാലയം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നൽകുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. SIRന്റെ പുരോഗതി വിലയിരുത്താൻ ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ മാസം 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പരാതികൾ ജനുവരി 22 വരെ നൽകാം. സംസ്ഥാനത്ത് 99.77% ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സുതാര്യവും നിഷ്പക്ഷവും സമാധാനപരവുമായി നടത്താൻ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൌൺസിലുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പിൻവലിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മലപ്പുറം, മൂത്തേടം, എറണാകുളം പാമ്പാക്കുട എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും മാതൃകാ പെരുമാറ്റച്ചട്ടം തുടരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അല്ലാത്തപക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഇവ നീക്കം ചെയ്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. സ്റ്റാർസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 14 ജില്ലകളിലും അത്യാധുനിക ഓട്ടിസം കോംപ്ലക്സ് സ്ഥാപിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. 2.25 കോടി രൂപയാണ് ഓരോ ഓട്ടിസം സെന്ററിനായും മാറ്റിവെച്ചിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2027 മുതൽ SSLC പരീക്ഷയിലും സബ്ജക്ട് മിനിമം നടപ്പിലാക്കും. 1 മുതൽ 10 വരെയുള്ള അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഡിസംബർ 15-ന് തുടങ്ങി 23-ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഡിസംബർ 15-ന് തുടങ്ങി ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി മാസം 6-ന് അവസാനിക്കും. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കും. 2027 SSLC എഴുത്തു പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കുന്നതാണ്. ക്രിസ്മസ് അവധി 12 ദിവസമാണ് ഈ വർഷം നൽകിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി 2ാം വർഷ ബ്രെയിലി പുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയായതായി മന്ത്രി V. ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഈ മാസം 23-ന് ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് തങ്ക അങ്കി ഘോഷയാത്ര ആരംഭിക്കും. 27-ന് മണ്ഡല പൂജ നടക്കും. അടുത്ത മാസം 14-നാണ് മകരവിളക്ക് മഹോത്സവം. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേട് കേസ് ഉന്നയിച്ച് UDF MPമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. വിഷയം കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർ അപേക്ഷകൾ നേരത്തെ നൽകണമെന്നും അംഗീകൃത സംഘാടകരെ മാത്രം തിരഞ്ഞെടുക്കണമെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. 2026-ലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അടുത്ത മാസം 15-ന് മുൻപ് ബുക്കിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തികഞ്ഞ ആവേശത്തോടെയാണ് ചലച്ചിത്രമേളയുടെ 4ാം നാൾ കടന്നുപോകുന്നത്. മേളയുടെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വിവിധ വിഭാഗങ്ങളിലായുള്ള 74 ചിത്രങ്ങളുടെ പ്രദർശനവുമായാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 4ാം നാൾ കടന്നുപോകുന്നത്. 2 സീസൺസ്, ബിഫോർ ദി ബോഡി, ദി എലീഷ്യൽ ഫീൽഡ്, ദി കറൻസ്, ബ്ലാക്ക് റാബിറ്റ്, വൈറ്റ് റാബിറ്റ്, ദി ഐവി എന്നിവയാണ് ഇന്ന് മത്സര വിഭാഗത്തിൽ ഉള്ളത്. ലോക സിനിമാ വിഭാഗത്തിലെ 20ഓളം ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി ഇന്ത്യൻ ചിത്രങ്ങൾക്കും കാണികൾ ഏറെ എത്തുന്ന പ്രവണത ഇന്നും ദൃശ്യമാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ സിനിമാ ലൊക്കേഷൻ സ്കെച്ചുകളുടെ പ്രദർശനവും മേളയുടെ ഭാഗമായി കൈരളി തിയേറ്ററിൽ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനമായ നാളെ 72 ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം ഋത്വിക് ഘട്ടകിന്റെ തിതാഷ് എക്തി നദീർ നാം നാളെ രാത്രി 8:30-ന് അജന്ത തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം മറ്റു വാർത്താ ബുള്ളറ്റിനുകൾക്ക് പുറമെ ഇന്നു മുതൽ 2 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ കൂടി പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. രാത്രി 8:35-നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി മുതൽ 10 മിനിറ്റ് ആയിരിക്കും. കേന്ദ്ര തൊഴിൽ നിയമങ്ങളോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കാൻ കേരളത്തിൽ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് ഈ മാസം 19-ന് സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അയൽ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. നയപ്രഖ്യാപനത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ആവശ്യങ്ങൾ കേന്ദ്ര തൊഴിൽ മന്ത്രിയെ അറിയിക്കുമെന്നും ശ്രീ ശിവൻകുട്ടി പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സെമി ഫൈനൽ ഇന്ന് തൃശൂരിൽ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തൃശൂരും മലപ്പുറവും ഏറ്റുമുട്ടും. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. 2ാം സെമിയിൽ ഇന്ന് തൃശൂർ മാജിക് FC സ്വന്തം തട്ടകത്തിൽ മലപ്പുറം FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് കളി നടക്കുന്നത്. ജയിക്കുന്നവർ ഫൈനലിൽ 19-ന് കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും. കഴിഞ്ഞ സീസണിൽ ആദ്യഘട്ടം പുറത്തായ ടീമുകളാണ് തൃശൂരും മലപ്പുറവും. ഇത്തവണ 2ാം സ്ഥാനക്കാരായാണ് തൃശൂർ സെമിയിൽ ഇടം പിടിച്ചത്. മലയാളികൾ അവരുടെ സ്വന്തം ലീഗായി സൂപ്പർ ലീഗ് കേരളയെ ഏറ്റെടുക്കുകയും പ്രായഭേദമന്യേ എല്ലാവരും സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയുമാണ് ഇതുവരെ കണ്ടത്. ഇന്ന് തൃശൂരിന്റെ മണ്ണിൽ നടക്കുന്ന ഈ പോരാട്ടവും തീപാറുമെന്നുറപ്പാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 54 പോയിന്റ് ഇടിഞ്ഞ് 85,213-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 20 പോയിന്റ് നഷ്ടത്തിൽ 26,027-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുതിക്കുന്നു. പവന് ഇന്ന് 2 തവണയായി 1,080 രൂപ വർദ്ധിച്ച് 99,280 രൂപയും ഗ്രാമിന് 12,410 രൂപയുമാണ് ഇന്നത്തെ വില. ക്രിസ്മസ് അവധിക്കാലത്തെ തിരക്കും പുതുവർഷവും കണക്കിലെടുത്ത് ഈ മാസം 24 മുതൽ ചാർലാപ്പള്ളി മംഗളൂരു റൂട്ടിൽ പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തുമെന്ന് ദക്ഷിണ റെയിൽവേ. 24-ന് ചാർലാപ്പള്ളിയിൽ നിന്നും 26-ന് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന വിധത്തിലാണ് സർവീസ്. പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. വയനാട് കണിയമ്പറ്റ പച്ചിലക്കാട് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി വനംവകുപ്പ്. പ്രദേശത്ത് ഫോറസ്റ്റ് അധികൃതർ പരിശോധന നടത്തി. കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കം. ജോർദനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. ശീതകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിലെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടർന്ന് രാജ്യസഭ. 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 260 കോടിയിലധികം രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ.
സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുതാര്യവും നിഷ്പക്ഷവുമായി നടത്താൻ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാനത്ത് SIRന്റെ പുരോഗതി വിലയിരുത്താൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. SIR വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സെമി ഫൈനലിൽ ഇന്ന് തൃശൂരും മലപ്പുറവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.